ഒരു അബദ്ധം പറ്റി. നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ? എടി പെണ്ണേ, നീ അപ്പുറത്തെ കാണുമ്പോ. എടാ മോനെ, നീ കയറി കിടന്നുറങ്ങ്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. കലി വന്നാ ഇങ്ങനെ ഉണ്ടോ ഒരു കലി? നീയാണോ ശിവൻ? അതെ സാർ. നീ ആ രൂപ എന്ത് ചെയ്തു? രൂപ? ഏത് രൂപ? ഏത് രൂപയെന്നോ? ഓഹോ, നിനക്കറിയില്ല അല്ലേ? എടുത്തെങ്കിൽ നേര് പറഞ്ഞോടാ ശിവ, വെറുതെ എന്തിനാ തല്ലുകൊള്ളുന്നത്? എത്ര കാലമായി ഞാൻ ഇവിടെ നിൽക്കുന്നു. ഇവിടുത്തെ ഒരു കാശെങ്കിലും ഞാൻ എടുക്കൂ മുതലാളി. സത്യം പറയണം, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് പറയിപ്പിക്കും. അമ്മയെങ്കിലും ഒന്ന് പറയൂ അമ്മേ. എന്നാലും നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നെ കണ്ണു തെളിയിച്ച് ആളാക്കിയ ഞങ്ങളോട് തന്നെ നീ ഇത് ചെയ്തല്ലോ. സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ലമ്മേ. നീ എടുക്കാതെ പിന്നെ ഇരുമ്പ് പട്ടിയിലിരുന്ന രൂപ എവിടെ പോയി? നടക്കണ റാസ്കൽ, നിന്നെ കൊണ്ട് പറയിപ്പിക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പോയിന്നും കുട്ടി. നീ എന്തിന് ഇങ്ങോട്ട് വന്നു? അന്ന് കളഞ്ഞുപോയ രൂപ കിട്ടിയോ? രൂപയോ? ഏത് രൂപ? അന്ന് കളഞ്ഞുപോയ രൂപ. ഇറങ്ങി പോകുന്നുണ്ടോ നീ? പോകാനാണ് വന്നത്. അതിനു മുമ്പ് ഒരു കാര്യം അറിയാനുണ്ട്. അവള് പെറ്റോ? അറിഞ്ഞിട്ട് എന്ത് വേണം? എന്റെ കുഞ്ഞായിരുന്നു അവിടെ വൈറ്റ്. ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. നിന്റെ കുഞ്ഞ് ഇനി അതും പറഞ്ഞോണ്ട് നടന്ന് അവിടെ ജീവിതം കൂടെ തകർക്കാൻ നോക്ക്. ആ കുഞ്ഞിന് ഇന്ന് വേറെ തന്തയുണ്ട്, നല്ല അന്തസ്സും കാശുമുള്ള തന്ത. ഇറങ്ങി പോണേ അവിടുന്ന്. ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇതെന്റെ കുഞ്ഞല്ലേ? അല്ല, ഇത് നിങ്ങളുടെ കുഞ്ഞല്ല. ഇങ്ങോട്ടൊന്ന് വന്നേ. പണ്ട് നമ്മുടെ കടയിൽ നിന്നിരുന്ന ആളാ ആ ശിവൻ. ഓ, ഇവനാണോ അത്? നീ ജയിലിലായിരുന്നില്ലേ? എന്നെ ജയിലിൽ നിന്ന് വിട്ടു. ജയിലിൽ നിന്ന് നേരെ ഇങ്ങോട്ടേ വഴിയുള്ളൂ. പോടാ, പോ. അപ്പോ അന്ന് കളഞ്ഞുപോയ രൂപ കിട്ടിയില്ലല്ലേ?
തീപ്പെട്ടിയുണ്ടോ? നല്ല കുളിര്. തനിക്ക് കുളിരുന്നില്ലേ? എന്നാ താനും ഒരു ബീഡി വലിക്കും. എന്റെ കൈ ബീഡിയുണ്ട്. താൻ ഏതാ? താൻ എവിടുത്തുകാരനാ? അറിയില്ല. ഇവിടെ? ഇപ്പൊ ഇവിടാണ്. എന്താ ജോലി? ഒരു ജോലിയും ഇല്ല. അയ്യോ, പിന്നെ എങ്ങനെ ജീവിക്കും? ഇവൻ ഏതാടി? ആ, എനിക്കറിയില്ല. നീ ഏതാണ്? മനസ്സിലായില്ല. പരമു. ഓഹോ, പോലീസാണോ? ചിരിക്കാതടി, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. 3 ദിവസമായി നീ കാശ് തന്നിട്ട്. അതിന് ഞാൻ കടമൊന്നും മേടിച്ചിട്ടില്ലല്ലോ. പരമനുള്ള പകുതി തരാതെ നിന്റെ ഈ കച്ചവടം നടക്കില്ല. അയ്യോ, അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യും വേണം, 100 പേർക്ക് കമ്മീഷൻ കൊടുക്കുകയും വേണം. ഇത് നല്ല പാട് തന്നെ. ആ, വലിയ പാട് തന്നെയാണടി. നിന്നെയൊക്കെ പോലീസ് പിടിക്കാതെ നോക്കുന്നതിന് പിന്നെ കൂലി കിട്ടണ്ടേ? ഇന്നെന്റെ കയ്യിൽ കാശില്ലേ? കാശുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. നീ ആ, ഒന്ന് പോടാ അവിടുന്ന്. രണ്ടിനെ ഞാൻ എടുത്തോളാം. താൻ ആള് കൊള്ളാമല്ലോടോ. രാത്രി വല്ലതും കഴിച്ചോ? ഇല്ല. എന്താ വല്ല മേടിച്ചേരാ ഉദ്ദേശമുണ്ടോ? ആ, ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഞാൻ വിചാരിച്ചാലും മേടിച്ചു തരാൻ നോക്കും. ഒരു നേരം പോരല്ലോ, വിശപ്പ് മരണം വരെ ഉള്ളതല്ലേ. ആ, തനിക്ക് എന്റെ കൂടെ നിൽക്കാവോ? ഞാൻ ഉണ്ണുന്നെങ്കിൽ താനും ഉണ്ണു. എനിക്കൊരു ആൺതുണ വേണം. കണ്ടില്ലേ ഓരോരുത്തന്മാർ വടികുത്തിന് കയറി പിടിക്കുന്നത്? അന്ത്രോസ് ചേട്ടനാ, ഏതാണ്ട് കോളും കൊണ്ട് വന്നേക്കാണ്. ഞാൻ ദേ വരുന്നു. ഇന്നാ വല്ലതും കഴിച്ചേച്ചിരി, ഞാൻ ഇപ്പൊ വരാം. പൊക്കളയല്ലേ?